വാ. ഓ മൈ ഗോഡ്, കേന്ദ്രമന്ത്രി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അടിച്ചിട്ട് 2 കാക്കളി ചത്തുന്നു. കാക്കയൊക്കെ ചത്തോളൂ. എന്തിനാ സഖാവേ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? അതോ കൈവച്ചതോ ബൂർഷാപത്രത്തെ ചായക്കാശുണ്ടാ നോക്കട്ടെ. സാമ്പത്തിക മാന്യമാ സഖാവേ. 10 രൂപ ഒരു ചായ. സാറേ സാറേ സഖാവ് ഇങ്ങോട്ട് മാറിക്കാ, ഞാൻ വിളിക്കാം. സാറേ സാറേ ഞാൻ സഖാവ് ഉണ്ണിക്കുട്ടൻ, ഇത് സഖാവ് ഭീമൻ, ഞങ്ങളുടെ നേതാവാ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്ന് വരിക. തനിക്കിപ്പോ എന്താ വേണ്ടേ? ഞങ്ങളുടെ കൈനേരിക്കുള്ള ബസ് എവിടാ പിടിക്കുന്നത്? കൈനേരിക്കുള്ള ബസ് അവിടെ പിടിക്കും. അവിടെ എന്ന് പറയുമ്പോ വരുമ്പോ പിടിക്കുന്നല്ലേ പറഞ്ഞ? സഖാവ് എനിക്ക് ഏതാണ്ട് ഏനക്കേട് പോലെ. എന്നാ ചായ കുടിക്ക്. എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇവിടെ ഇരിക്കട്ടെ, ആളെ നീക്കുമ്പോ കുടിച്ചോളും. എങ്ങോട്ടാണ്? ലോക്കൽ കമ്മിറ്റിക്കാരനോ? ആ പുറകെ നടന്ന് ശീലിച്ചാ മതി, മനസ്സിലായോ? അതാ നല്ലത്. കക്കൂസി പോകുന്നൊരു ഈ പരീക്ഷണം വേണോ? സഖാവ് ഒന്ന് വേഗം നടക്ക് സഖാവ്. പറ്റൂല, ബാക്കിലെടുത്തേ ബാക്കിലെടുത്തേ. പിടിവിട്ട് നിൽക്കുക സഖാവ്. ഞാൻ ഒരു കീറ്റാണ് വേഗം പോയിട്ട് വരണം, മനസ്സിലായോ? സമയം എടുത്തല്ല. എത്ര നേരം എന്തായിരുന്നു പരിപാടി അതിന്റെ അകത്ത്? സഖാവ് ഒത്തിരി നാൾ കൂടിയിരുന്ന് വയറ് ഇറച്ചൊന്ന് ആപ്പിയിട്ടു. ഭരണം കയ്യിലുണ്ടെന്ന് പറഞ്ഞത് തോന്നിവാസം കാട്ടിപ്പോരുത്. തന്നെ പോലത്തെ ആൾക്കാരാണ് ഈ നാട് നാറ്റിക്കണത്. സഖാവ് ഇനിയും എന്നെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണം. ആലപ്പുഴ നാറ്റിച്ചേ പോരായിരിക്കും, നീ തിരുവനന്തപുരം നാറ്റിക്കാൻ വേണ്ടി. കള്ളക്കളവൻ കഴിച്ചിരിക്കാം. വാ പോയി കിടന്നുറങ്ങാം. മൂടങ്ങ് കളഞ്ഞു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കൈനഗിരി ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു. കൈനഗിരി ബസ് എണീറ്റ് വാടോട് ചാടി ചാടി വേഗം വാ ഇങ്ങോട്ട് വാ. എവിടെ നോക്കിയാടോ നടക്കണത്? കണ്ണൂടെ വടക്ക് നോക്കി വന്നാണ് ചേട്ടാ. എന്നിട്ട് വടക്ക് കിട്ടിയാ? ഇല്ല, ഫോൺ പൊട്ടിക്കിട്ടി. താങ്ക്സ് ഒന്നും പറയണ്ട. ആ കണ്ണ വടക്ക് വിട്ടോ. ഇതല്ലേ സഖാവേ വടക്കൻ? ആ ചെറുക്കൻ കൈനഗിരിയിലുള്ളതാണ്. ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെ കാശുണ്ടോ? സഖാവിന്റെ ബുദ്ധി. ബുദ്ധി വാങ്ങട്. ഇന്ന് ലേറ്റാണല്ലോ. സോറി സാർ, ലേറ്റ് ആയി പോയി. അതെ, ഗൗതമി സാറിനൊരു ഗുണമുണ്ട് കേട്ടോ. എന്താ? പതിവ് തെറ്റിക്കത്തില്ലല്ലോ. പെട്ടെന്നല്ലേ ഇന്നലെ ഡ്യൂട്ടിക്ക് വരായിരുന്നു ചേട്ടൻ, ലീവ് കഴിഞ്ഞ് പോയില്ലേ? ആ ഗൗതമി സാറേ, ഒരു ട്രെയിനിങ് ഉണ്ട്, PSC, അയാളെ കൂടെ കയറ്റിക്കോ. പിന്നെന്താ അടുത്ത കുരിശ്. പിന്നെ പുതിയ ആളാ, വിഷമിപ്പിക്കരുത്. ആ ശരി. ചേട്ടൻ എന്താണ് ഇവിടെ ഇരിക്കുന്നേ? അവിടെ സീറ്റൊക്കെ ഒഴിവുണ്ടല്ലോ, മാറിയിരിക്കേ. ഈ സീറ്റിന്റെ പകുതി യാത്രക്കാർക്കുള്ളത്. അത് വേണ്ട, ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്ന സീറ്റ് ഒഴിവുണ്ടല്ലോ. ചേട്ടൻ വെളിയൊന്ന് ഒഴിവാക്കൂ. എന്നാ സഖാവ് അങ്ങോട്ട് മാറിയിരുന്നേ. അല്ല, അത് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് സഖാവ് അറിഞ്ഞില്ലായിരിക്കും. വനിതാ കണ്ടക്ടറുടെ പാതയിൽ പുരുഷന്മാരിരിക്കാൻ പാടില്ല. അത്തരം ഉത്തരവുകളൊന്നും ഞങ്ങളുടെ സഖാവിന് ബാധകമില്ല. സഖാവ് തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ കണ്ടിട്ടാ വരുന്നത്. മണ്ണിച്ചേട്ടൻ ഇരുന്നോളൂ. ആയിക്കോട്ടെ. അവിടെ ഇരിക്കട്ടെ കേട്ടോ, സ്ത്രീകളുടെ സീറ്റാ. സഖാവ് ഇവിടെ വന്നിരിക്കും. സഖാവ് ഒന്ന് തലൊന്ന് മാറ്റി. ചെലപ്പോ സാറേ വണ്ടി എടുത്തോ. ഗൗതമി സാറേ, നമ്മുടെ PSC വന്നില്ല. സാറേ
ഗുഡ് മോർണിംഗ്. ഞാൻ ഈ അറ്റൻഡൻസ് ബുക്ക് ഒന്ന് എടുക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ തലേന്ന് ഈ ബസ് കിട്ടിയപ്പോ ഒന്ന് ലേറ്റായി പോയി. നമുക്ക് വൈകിട്ട് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ഞാനിപ്പോ പോയിട്ട് വരാം. സാറേ KSRTC മുഖച്ചായ ഒന്ന് മിനുക്കാന്ന് വെച്ച ഇവന്മാര് സമ്മതിക്കത്തില്ലെങ്കിൽ ഇനി ഞാനൊന്ന് സ്ട്രിക്റ്റ് ആയേ പറ്റൂ. ഇപ്പൊ തന്നെ 5-6 മിനിറ്റ് ലേറ്റ് ആണ് അല്ലേ? അവർക്ക് എന്തു ആകാമല്ലോ സഖാവേ. കാട്ടിലെ തടി ദേവരടാന. സാർ അയാളൊന്നും നോക്കണ്ട, അതൊന്നും കുഴപ്പമില്ല. അയാൾ എപ്പോഴാന്ന് വെച്ചാൽ വരട്ടെ. പോവാം. സാറേ, ഈ കൈനഗിരിക്കുള്ള ബസ് ഓ, അവിടെ ബസ് എടുത്തല്ലോ, പെട്ടെന്ന് അല്ലേ? ശരി. കൈനഗിരി ആളെ കയറാനുണ്ട്. വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ കൗര ഗൗതമല്ലേ? തന്റെ മടിയിലിരുത്തി എന്റെ പേരിട്ടത്. സാറേ, ഞാൻ പുതിയ ട്രെയിനി ആയിരുന്നു. PSC ഒക്കെ കഴിഞ്ഞേ. ആണോ? സന്തോഷം. എന്താ ഗൗതമി സാർ അവിടെ ഒരു ബഹളം? അതെ, വലിയൊരു PSC കാരൻ ചാർജ് എടുത്തയാ. സമയമാണല്ലോ. നമസ്കാരം. എന്റെ പൊന്നു PSC-കാരാ, ഈ റോഡ് വക്കിൽ വെയിലും കൊണ്ട് ബസ് കാത്ത് നിൽക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാ. അവരുടെ സമയത്തെ കൂടെ ഒന്ന് മാനിക്കും കേട്ടാ. വെറുതെ KSRTC പറഞ്ഞു. ചെലപ്പോ സാർ വണ്ടി എടുക്ക്. എടി, ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ. അതെ, നാളെ മുതൽ നമുക്ക് ഈ ബസ്സിൽ തന്നെ കയറിയാൽ മതി. ഓക്കെ. എങ്ങോട്ടാ ഏട്ടന്മാരെ? സഖാവേ, എങ്ങോട്ടാ എടുക്കണ്ടേ? എനിക്ക് ടിക്കറ്റ് എന്തിനാ? പാസ്സല്ലേ? പാസോ? രാവിലെ തന്നെ ഓസം ഇറങ്ങിയേക്ക. ടിക്കറ്റ് എടുക്കും സഖാവേ. സഖാവ് പേപ്പർ ഒന്ന് വായിക്കാറ്. സകല ഓസ് നിർത്തലാക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റ് എടുത്താ? ഇല്ലല്ലേ? ചേട്ടൻ എങ്ങോട്ടാ? നെടുമുടി പാടത്തിന്. ആ വിമതനാണല്ലേ? ആണെങ്കിൽ തനിക്കെന്ത്? വിമതൻ ശത്രുവാ സഖാവേ. ഇനി ആരെങ്കിലും എടുക്കാനുണ്ടോ ടിക്കറ്റ്? ടിക്കറ്റ് പള്ളത്തുരുത്തി. പള്ളത്തുരുത്തി. അതെ. എങ്ങോട്ടാ പോണ്ടേ? 2 പൂപ്പള്ളി. 40. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു വെള്ളം. പാലത്തിനപ്പുറമാണോ? ചേട്ടാ, ഈ ആ സ്ഥലത്തിന്റെ പേരെന്നാ? പൂപ്പള്ളി. ആ, പൂപ്പള്ളി. പൂപ്പള്ളി ഉള്ളതല്ലോ. താനെന്താ ടൂറിന് പോവാ? ഇങ്ങോട്ട് വന്നേ. കൊച്ചിനൊരു ബഹുമാനക്കുറവുണ്ടല്ലോ. ശരിയാക്കി തരാം. താനെന്തോടെ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? അല്ല, PSC കണ്ടക്ടർ. ചെക്കിംഗ് ഇൻസ്പെക്ടർക്കും പിന്നെ അങ്ങനല്ലേ? താനിത് പിടിച്ചേ. ഇത് പിടിക്കണം. അല്ല,
ഇതിന്റെ പ്രവർത്തനം എങ്ങനെ? കൂടെ കൂടെ താൻ PSC ആണെന്ന് പറയുന്നുണ്ടല്ലോ, തന്റെ കഴിവും തെളിയിച്ചേ. അല്ല, എനിക്ക് ഈ കുത്ത അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഈ കുട്ടനാടൊക്കെ കണ്ടപ്പോ എല്ലാം അടിപൊളിയാണ്. എടാ ഇങ്ങോട്ട് നോക്ക്. എവിടെ? ഓ, ഇവിടെ. ഞാൻ ഹാഫ് ടിക്കറ്റ് പഠിക്കണ്ടേ? അല്ല പറഞ്ഞു